സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. അരികിലൊന്നണയാൻ മാറിലലിയാൻ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ അതിയായുള്ള കൊതിച്ചിടുന്നു. അന്യനായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അന്യയായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ നാഥാ അതിയായുള്ളം കൊതിച്ചിടുന്നു. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് കാണാൻ ദൈവം അവസരം നൽകിയല്ലോ. നിങ്ങളിങ്ങനെയൊരു പ്രസ്താവന കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പകരം മരിക്കാൻ ജനിച്ചവൻ. ആ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ 1941 ഹോളണ്ടിലെ ആ വലിയ കുറ്റവാളികളെ സൂക്ഷിച്ച തടവറയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. രണ്ടാം ലോക മഹായുദ്ധം നടന്ന ആ സമയത്ത് നാസി തടവുകാരെക്കുറിച്ച് ഉള്ള ചരിത്രം. ഹോളണ്ടിലെ തടവറയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരായ ആളുകൾ അതിക്രൂരമായ മർദ്ദനങ്ങളിലൂടെ കടന്നുപോയി. വേദനാജനകമായ അനുഭവങ്ങളാണ് അവർക്കുണ്ടായത്. പട്ടിണി അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ കഠിനമായ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവർ അനുഭവിച്ചു. ഈ ഏറ്റുവാങ്ങൽ അവരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ
അതിലൂടെ കടത്തിവിട്ട ആ വലിയ അനുഭവം. അവരെ കഠിനമായ അധ്വാനത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ ആ തടവിൽ മരിക്കുമായിരുന്നു. എന്നാൽ തടവറയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ട് പോയാൽ ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ തടവറയിലെ ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരാൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനു പകരം 10 ആളെ കൊല്ലുക. അതായിരുന്നു അവരോട് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം. ഒരിക്കൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ തടവറയിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞ കരാർ അനുസരിച്ച് ആ ഓടി രക്ഷപ്പെട്ട ആൾക്ക് പകരമായി 10 ആളെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ 10 ആളുകളുടെ എണ്ണം എടുത്ത് മാറ്റി നിർത്തി. അവരെ കൊല്ലാൻ തീരുമാനിച്ചത് പട്ടിണിയിട്ട് കൊല്ലാനാണ് തീരുമാനിച്ചത്. അങ്ങനെ പട്ടിണിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. എന്നാൽ അതിലൊരു മനുഷ്യൻ അലറി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ കൊല്ലാൻ കൊണ്ടുപോകരുത്, എന്നെ പട്ടിണിയിലേക്ക് അയക്കരുത്, എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, അവരെ ശ്രദ്ധിക്കണം, അവരെ ഓർക്കുമ്പോൾ ഈ മഹാദുരന്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് ആ പട്ടാള കമാൻഡറോട് അദ്ദേഹം കേണപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ആ മനുഷ്യൻ ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ തടവറയിൽ കിടക്കുന്ന അനവധി ആളുകളിൽ ഒരു മനുഷ്യൻ, 1941 നടന്ന സംഭവമാണ്. അതിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. അതൊരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് മാക്സ്മില്ലൻ കോൾവേ. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും, ഈ ചരിത്രം കേട്ടിട്ടുണ്ടാവും. മാക്സ്മില്ലൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവരെ കുറ്റവാളികളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന, പട്ടിണിയിട്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന, അതിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരനോട് പറഞ്ഞു, ഈ മനുഷ്യനെ തിരികെ വിട്ടിട്ട് ഇദ്ദേഹത്തിന് പകരം എന്നെ, അദ്ദേഹത്തിൻ്റെ ശിക്ഷ എനിക്ക് തന്നേക്കൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ലോകത്തെ മാറ്റിമറിച്ച, ചിന്തിപ്പിച്ച സംഭവമാണ്. മാക്സ്മില്ലൻ കോൾവേ അദ്ദേഹം ഒരു കുറ്റവാളിക്ക് പകരമായി മരിച്ചതിൻ്റെ ഭാഗമായി, ആ മരണം തെരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായി ആ തടവറയിൽ സൂക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മോചനം കിട്ടിയത്. എന്നാൽ നമുക്കും മോചനം ആവശ്യമുണ്ട്. നമുക്ക് പകരമായി മരിക്കുന്ന മറ്റൊരു മനുഷ്യൻ്റെ ചരിത്രമാണ് ബൈബിളിൻ്റെ ചരിത്രം. ആ ചരിത്രം നമ്മൾ ശ്രദ്ധിക്കണം. മാക്സ്മില്ലൻ കോൾവേ ഒരു കുറ്റവാളിക്ക് പകരമായിട്ടാണ് മരിച്ചതെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യവർഗത്തിന് പകരമായി മരിച്ച ഒരു വ്യക്തിയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ബൈബിൾ. എന്തുകൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പകരമായി മരിക്കേണ്ടതായിട്ട് വരുന്നത്? റോമാലേഖനം എന്ന് പറയുന്ന പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലനായ പൗലോസ് എന്തുകൊണ്ട് പകരം ഒരാൾ മരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, നീതിമാനായി ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആരും തന്നെ ഇല്ല എന്ന് റോമാലേഖനത്തിൽ പറയുകയാണ്. എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് അപ്പസ്തോലനായ പൗലോസ് ആ ഭാഗത്ത് പറയുകയാണ്. എന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നാസി തടവറയിൽ, അവിടെ കുറ്റവാളികളെ സൂക്ഷിച്ച ആ തടവറയിൽ വിധിക്കപ്പെട്ടത് അത് വിരോധം കൊണ്ടാണ്. രാജ്യത്തിന് എതിരെ, രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ നശിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ റോമാലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ് മനുഷ്യൻ്റെ സ്ഥിതി. അവിടെ കുറ്റവാളി വിധിക്കപ്പെട്ടപ്പോൾ ഒരു കുറ്റവാളിക്ക് ആ തടവറയിൽ പോകുന്നതിന് പകരമായി ഒരു മനുഷ്യൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ, പകരം മരിക്കാൻ തയ്യാറായി. എന്നാൽ ഇവിടെ ഇതാ മനുഷ്യൻ്റെ സ്ഥിതിയെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, നീതിമാനായ ആരുമില്ല. ലോകത്തിലെ മനുഷ്യരെ നമ്മൾ പഠിച്ചാൽ ഏത് മനുഷ്യനാണ് നന്നായിട്ടുള്ളത്? ലോകത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാൻ ആരുമില്ല. എല്ലാ ആളുകളും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്. ഞാൻ ആ വേദഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തനുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവൃക്ഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനുഷ്യൻ്റെ സ്ഥിതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഏതൊരു കാലത്തുമുള്ള മനുഷ്യൻ, അധപ്പതിച്ചു പോയ മനുഷ്യൻ, നീതിമാനായിട്ട് ആരുമില്ല എന്ന്
ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്, കുറ്റക്കാരനാണ് മനുഷ്യൻ. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ്, കുറ്റക്കാരാണ്, വിധിക്കപ്പെട്ട ആളുകളാണ്. നാശിത്തടവറയിൽ കുറ്റവാളിയായിട്ട് വിധിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ട ആ മനുഷ്യനെ പോലെ തന്നെയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദാവീദ് പറയുന്നത്, സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ സ്ഥിതി ദാവീദ് എന്ന് പറയുന്ന ആ മഹാനായ രാജാവ്, ഇസ്രയേലിന് രാജ്യം വിസ്തൃതമാക്കിയ മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, എല്ലാ മനുഷ്യരും കുറ്റവാളികളാണ്, പാപികളാണ്, പാപം ചെയ്യാത്തതായിട്ട് ആരുമില്ല എന്നാണ്. നോക്കണം, ആ നാസി തടവറയിൽ കുറ്റവാളികളായി വിധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന് പകരക്കാരനായി മാക്സിമില്ലൻ കോൾവേ അദ്ദേഹമാണ് അവിടെ നിന്നതെങ്കിൽ ഇന്നത്തെ മനുഷ്യ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ എത്രയോ ഭയാനകമാണ് മനുഷ്യൻ്റെ സ്ഥിതി. ദൈവ ഭയമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലും വിദ്യാവിഹീനരുടെ ഇടയിലും അതുപോലെ തന്നെ സമ്പന്നന്മാരുടെ ഇടയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊള്ളയും കൊലപാതകവും പിടിച്ചുപറിയും, അതുപോലെ തന്നെ ദൈവം വെച്ചിട്ടുള്ള വിവാഹ വ്യവസ്ഥയെ ലംഘിക്കുന്ന അങ്ങനെയുള്ള പ്രമാണങ്ങൾ, നീതിബോധമില്ലായ്മ, എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് ലോകത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇതെല്ലാം നോക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ലോകത്ത് നോക്കിയിട്ട് നീതിമാനായ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പാപികളായ മനുഷ്യൻ്റെ സ്ഥിതിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ബൈബിളിലെ ആ ഭാഗത്ത് പറയുകയാണ്, പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ, ക്ഷുദ്രക്കാർ എന്നിവർക്ക് ദൈവം കൊടുക്കുന്ന ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രേ എന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർന്നില്ല, ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, അതാണ് രണ്ടാമത്തെ മരണം എന്ന്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ മനുഷ്യൻ അങ്ങനെ പോയി പാപത്തിൻ്റെ ഫലമായി മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. എല്ലാ ആളുകളും മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. നീതിമാനായ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ക്ഷുദ്രക്കാരും ബിംബാരാധികളും ഭോഷ്ക് പറയുന്നവരും പിടിച്ചു പറിക്കുന്നവരും അങ്ങനെ എല്ലാവിധ ദുർനടപ്പുകാരെയും ദൈവം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വിധിയെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് അത് തീപ്പൊയ്കയാണ്. ആ വിധി അല്ലെങ്കിൽ ദൈവം നൽകുന്ന അതിനെ തീപ്പൊയ്കയിലേക്ക് അത്രേ എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെ രണ്ടാമത്തെ മരണം എന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മനുഷ്യ ജീവിതം തെറ്റിപ്പോയ മനുഷ്യന് ഒരു മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം തീരുന്നില്ല. മരണത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, മരണത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ശാരീരിക മരണമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ വേർപാടാണ് മരണം. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന ആ മരണം ശാരീരിക മരണമാണെങ്കിൽ ആത്മാവ് എന്നേക്കും ദൈവബന്ധമില്ലാത്ത ആ നിത്യതയിൽ എത്തിച്ചേരുന്ന ദൈവബന്ധമില്ലാത്ത നിത്യത, അതിനെയാണ് നരകം എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധ ബൈബിൾ ഇവിടെ ന്യായവിധി എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നാശി തടവറയിലെ ആ മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിക്ക് സമാനമായിട്ടാണ് ഓരോ മനുഷ്യനും ലോകത്തിൽ നിൽക്കുന്നത്, ഓരോ പാപിയും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. പാപം ചെയ്യാത്ത ആരും ഈ ലോകത്തിലില്ല. ഒരു പാമ്പ് ഒരാളെ കടിച്ച് അയാൾ മരിക്കുന്നത് കൊണ്ടല്ല അത് വിഷപ്പാമ്പാകുന്നത്. പിന്നെയോ അത് കടിക്കുന്നതിന് മുമ്പേ, ആൾ മരിക്കുന്നതിന് മുമ്പേ പാമ്പിൽ നിന്ന് ജനിച്ച ഒരു പാമ്പിൻ്റെ കുട്ടി എന്ന നിലയിൽ അത് വിഷപ്പാമ്പ് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പാപം ചെയ്ത് ആളുകൾ പാപികളായതല്ല. പാപം ചെയ്ത് പാപിയായ മനുഷ്യനിൽ നിന്നും ജനിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും പാപികളാണ്, കുറ്റവാളികളാണ്. അതുകൊണ്ട് അവർ മരണത്തിന് വിധിക്കപ്പെട്ട ആളുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു മരണം ഉള്ളതുപോലെ തന്നെ പാപത്തിന് വ്യക്തമായ പരിഹാരം കണ്ടെത്താതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഇതാ അടുത്ത ഒരു ന്യായവിധിയുണ്ട്, അടുത്ത ഒരു മരണമുണ്ട്. ആ മരണത്തെ രണ്ടാം മരണം എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഈ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കും സാധ്യമല്ല. ശാരീരിക മരണത്തിൽ നിന്ന് പോലും മനുഷ്യന് സ്വന്തമായി മോചനം നേടാൻ സാധിക്കുന്നില്ല. എത്രയെത്ര മരുന്നുകൾ മനുഷ്യൻ മരിക്കാതിരിക്കാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പല കാലഘട്ടങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ
ശരീരത്തിൽ മരിക്കാതിരിക്കാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് കുറ്റവാളികളായി തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളെ ബൈബിൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്, നിങ്ങൾക്ക് സാക്ഷാൽ ഒരു മരണവും കൂടിയുണ്ട്, അതിനെ രണ്ടാം മരണം എന്നാണ് പറയുന്നത്. ഇത് ലോകത്തിലെ ചരിത്രത്തിൽ ബൈബിൾ മാത്രമാണ് ഈ മരണമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് ഒരു മരണം കൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. അവിടെ തീരുകയല്ല ചെയ്യുന്നത്. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ തീർന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ മരണത്തിന് അർത്ഥമില്ലല്ലോ. എന്നാൽ അങ്ങനെ തീരാത്തത് കൊണ്ടാണ് ബൈബിൾ ഉറപ്പിച്ചു പറയുകയാണ്, ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു മരണമുണ്ട് എന്ന്. അതുകൊണ്ട് പാപം ചെയ്ത ആളുടെ മേൽ ഈ ന്യായവിധി അല്ലെങ്കിൽ ഈ മരണം മുമ്പിലിതാ തൂങ്ങി നിൽക്കുകയാണ്. ഈ രണ്ടാമത്തെ മരണം, ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിത്യമായ നരകത്തിൽ പോകേണ്ട ആ അവസ്ഥയുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല. മനുഷ്യൻ സാധാരണഗതിയിൽ ഇതിൽ നിന്ന് ഒഴിവ് നേടാൻ വേണ്ടി എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യാറുള്ളത്? മനുഷ്യൻ അവൻ്റെ പണം ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചാൽ പണം കൊണ്ട് ആ രക്ഷ ലഭിക്കുമോ? പാപമോചനം ലഭിക്കുമോ? മനുഷ്യൻ മതകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ നിന്ന് പാപമോചനം ലഭിക്കുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ലല്ലോ. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് യഹൂദന്മാർ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്തിരുന്നത് യാഗങ്ങളായിരുന്നു. ആ യാഗങ്ങൾ പാപങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരാൻ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ യഹൂദന്മാർ വളരെ അടുക്കും ചിട്ടയുമായി ചെയ്തു വന്ന യാഗങ്ങൾക്ക് പോലും മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ യാഗങ്ങൾ മറ്റൊരു യാഗത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അത് സാക്ഷാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ഏറ്റെടുക്കുവാൻ ലോകത്തിൽ വരുന്ന യേശുക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്തുന്ന സൂചനകൾ മാത്രമായിരുന്നു ആ യാഗം. നാം ഇവിടെ ചിന്തിച്ചു വരുന്നത്, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന കുറ്റവാളികളായിട്ട് ഇന്ന് ജീവിക്കുകയാണ്. എന്നാൽ നാശി തടവറയിൽ കിടന്ന ആ കുറ്റവാളിയെ മരിക്കാൻ കൊണ്ടുപോകുന്ന ആളെ ഒരു മനുഷ്യൻ അതിന് പകരം മരിക്കാൻ തയ്യാറായതുപോലെ ബൈബിൾ സൂക്ഷിച്ചു നോക്കിയാൽ മതങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്ന മനുഷ്യനെ, പാപത്തിന് അവൻ്റെ പണം കൊണ്ട് അവന് രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുമ്പോൾ, നോമ്പും പ്രാർത്ഥനയും ഒന്നും അവന് രക്ഷ നൽകാതിരിക്കുമ്പോൾ, അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഇതാ ഒരു പുതിയ വഴിയായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ അവിടെ പറയുന്നുണ്ട്, പാപിയായ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. അതുകൊണ്ട് വളരെ വ്യക്തമായി അവിടെ നമ്മളോട് പറയുകയാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം. എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാക്മില്ലൻ കോൾവേ നാസി തടവുകാരനായിട്ട് കിടക്കുമ്പോൾ മരണത്തിന് വിധേയനായ, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ ഒരു മനുഷ്യന് പകരമായി മരിച്ച ആ മനുഷ്യനെ പോലെ പാപികളും തടവറയിൽ കിടക്കേണ്ടവരും കുറ്റവാളികളുമായ ആ രണ്ടാം മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടവരായ പാപികൾക്ക് പകരമായി, എല്ലാ പാപികളുടെയും പകരമായി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി, ആ ന്യായവിധി ഏറ്റെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും, പിന്നെ അവിടെ എഴുതിയത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ലോകത്തിലേക്ക് അനവധി ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ അനവധി വന്നിട്ടുണ്ട്, ലോകം കണ്ടിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങൾ ധാരാളം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിയല്ല യേശു, മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ. അതുമാത്രമല്ല, മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ വന്നപ്പോൾ യേശുക്രിസ്തു മനുഷ്യരുടെ പാപത്തിന് പകരം മരിക്കാനാണ് യേശുക്രിസ്തു വന്നത്. മാക്മില്ലൻ കോൾവേക്ക് ഒരു കുറ്റവാളിക്ക് പകരമായിട്ടാണ് മരിക്കാൻ സാധിച്ചതെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ പാപികളുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് കാൽവരിയിൽ പകരം മരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് ബൈബിൾ. അതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ മരണം അതുകൊണ്ട് ലോകത്തിലെ എല്ലാ വ്യക്തികളുടെ മരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്. അപ്പസ്തോലനായ പത്രോസ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുക്കുവനായ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു. അതിനുശേഷം അപ്പസ്തോലൻ കർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ താൻ ലേഖനത്തിൽ എഴുതി 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മളുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അത് ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി.
അപ്പോൾ പകരം മരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അപ്പസ്തോലനായ പത്രോസ് വിവരിക്കുന്നത്. കാൽവരി എന്ന് പറയുന്ന സ്ഥലത്ത് അനവധി കുറ്റവാളികളെ അവിടെ ക്രൂശിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം യഹൂദന്റെ നിയമമനുസരിച്ച് ഒരു കുറ്റവാളിയുടെ ഒരു ശാപകരമായ മരണമാണ്. എന്നാൽ റോമാക്കാരുടെ നീതി അനുസരിച്ചുള്ള മരണം അത് കുറ്റവാളികൾക്ക് കൊടുക്കുന്ന നീതിയുള്ള ഒരു മരണമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നീതി നടപ്പിൽ വരുത്തിയതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പാപികൾക്ക് പകരമായിട്ടാണ് ദൈവം അതിനെ നിർത്തിയിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, പകരം മരിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കാൽവറിയിലെ ക്രൂശിൽ അനവധി ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ 2 കുറ്റവാളികൾ അപ്പുറത്തും ഇപ്പുറത്തും മരിച്ചു. അത് അവർ ചെയ്ത കുറ്റത്തിന് തക്കതായിട്ടുള്ള ശിക്ഷയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് പാവമില്ലാത്തവൻ, പരിശുദ്ധൻ. യേശു ക്രിസ്തുവിന് വിധിച്ച 3 കോടതികളും മാറി മാറി വിധിച്ചപ്പോൾ അവസാനം കഴുകിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത മരണമാണ് യേശുവിൻ്റെ മരണം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നാസി തടവറയിൽ കുറ്റവാളിക്ക് പകരമായി മരിച്ച മാക്സിമില്ലൻ കോൾവേയെ പോലെ അല്ല കർത്താവായ യേശുവിൻ്റെ മരണം. ലോകത്തിലെ എല്ലാ കുറ്റവാളികളെയും ആ കുറ്റത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന വിമോചകനായിട്ടാണ് യേശു ക്രിസ്തു നിൽക്കുന്നത്. ആ വിമോചനത്തിൻ്റെ കാരണം എന്താണ്? അത് തത്വശാസ്ത്രമല്ല, പകരം മരിച്ചതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ മരണം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പാപത്തിന് പകരമായിട്ടുള്ള മരണമാണ് എന്ന് മനസ്സിലാക്കി ഈ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ജീവിതം മഹത്വമുള്ളതാക്കി തീർക്കുകയും രക്ഷയുടെ അനുഭവം നിലനിർത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. പോലെ വിമോഹനങ്ങൾ അനുദിനമുയരുന്ന പാപഭൂവിൽ അരുതാത്തതിനിയും ചെയ്തിടാതെ അവിടുത്തെ സന്നിധി അണഞ്ഞുവെങ്കിൽ നാഥ അതിയായുള്ളം കൊതിച്ചിടുന്നു. അരികിലൊന്നണയാൻ ആമാറിലലിയാൻ ആമുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ. പകരം മരിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പകരം മരിക്കുകയല്ലാതെ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ 33.5 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച് വിശുദ്ധനായി നിഷ്കളങ്കനായി യാതൊരു പാപവും ചെയ്യാതെ നീതിമാനായി ജീവിച്ചു. അങ്ങനെ നീതിമാനായിരിക്കുന്ന യേശു ക്രിസ്തു, പാപം ചെയ്യാത്തവനായ യേശു ക്രിസ്തു എന്തിന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു? അതെ പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് ഒരു പകരം മരണമാണ്. ആർക്കു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്? പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. നാം ഇങ്ങനെ വായിക്കുന്നു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവനോ അരുതാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ക്രൂശിൽ കിടന്ന കള്ളൻ. ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. അരുതാത്തതായി ഒന്നും ചെയ്യാത്തവനായ വാസ്തവത്തിൽ നീതിമാനായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരണപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്
പരിഹാരം വരുത്തുവാനായിട്ട്, നമ്മുടെ പാപത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന ശിക്ഷാവധി നീക്കുവാനായിട്ട്, നിത്യനരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനം തന്നെ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പകരം മരണമല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ആ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം നാഥനായി സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ധാരാളം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ട് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പകരം മരിക്കുകയും ചെയ്തു ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, അവിടുത്തെ ജനനം തന്നെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയുള്ളതാണ്. കർത്താവെ, അത് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. അങ്ങനെ വിശ്വസിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. കർത്താവെ, അവിടെ ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമാണ്. ആ കർത്താവിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. എല്ലാ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിന്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായി